ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തിൻ്റെ ജനസംഖ്യ എന്ന് അറിയപ്പെടുന്നത്. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഡെമോഗ്രഫി എന്ന പേരിൽ അറിയപ്പെടുന്നു. 12ാം ക്ലാസ് ജോഗ്രഫി ഇന്ത്യ ജനങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ അധ്യായം ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ അധ്യായം ജനസംഖ്യയെക്കുറിച്ചുള്ളതാണ്. സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക്. ലോക ജനസംഖ്യ ഭൂമിശാസ്ത്രപരമായി ഒരേപോലെ വിതരണം ചെയ്യപ്പെട്ടിട്ടില്ല. ജനസംഖ്യയുടെ 90% ആൾക്കാരും താമസിക്കുന്നത് ലോക ഭൂവിസ്തൃതിയുടെ 10% സ്ഥലത്താണ്. ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ള വൻകര എന്ന് പറയുന്നത് ഏഷ്യ വൻകരയാണ്. ജനസംഖ്യയിൽ മുന്നിലുള്ള രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ്. ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തെയാണ് ജനസാന്ദ്രത എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തിൽ ചില സ്ഥലങ്ങളിൽ ഈ ജനസാന്ദ്രത കൂടുതലാണെങ്കിൽ മറ്റ് ചില സ്ഥലങ്ങളിൽ ജനസാന്ദ്രത വളരെ കുറവാണ്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിലുണ്ടാവുന്ന വർധനവിനെയാണ് ജനസംഖ്യ വളർച്ച എന്ന് പറയുന്നത്. ലോക ജനസംഖ്യ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 3 എണ്ണമാണുള്ളത്. ഒന്നാമത്തെ ഘടകം ഭൂമിശാസ്ത്രപരമായ ഘടകമാണ്. ഭൂമിശാസ്ത്രപരമായ ഘടകത്തിൽ ഉൾപ്പെടുന്നത് ജലലഭ്യത, ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നിവയൊക്കെയാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സാമ്പത്തിക ഘടകങ്ങളാണ്. ഒരു പ്രദേശത്തെ ധാതുക്കൾ, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം എന്നിവ ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കാറുണ്ട്. മൂന്നാമതൊരു ഘടകം കൂടിയുണ്ട്, സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ. ഇതും ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്നു. ഓരോ പ്രദേശത്തിന്റെ ജനസംഖ്യാ മാറ്റത്തെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് ക്രൂഡ് ജനന നിരക്കും ക്രൂഡ് മരണനിരക്കും. ഒരു വർഷത്തിൽ 1000 ജനസംഖ്യയിൽ എത്ര പേർ പുതുതായി ജനിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കാണ് ക്രൂഡ് ബർത്ത് റേറ്റ് അഥവാ ക്രൂഡ് ജനന നിരക്ക്. ഇതുപോലെ തന്നെ 1000 പേരുള്ള ഒരു പ്രദേശത്ത് എത്ര പേർ മരിക്കുന്നു എന്നതിൻ്റെ കണക്കാണ് ക്രൂഡ് ഡെത്ത് റേറ്റ് അഥവാ ക്രൂഡ് മരണനിരക്ക് എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തിൻ്റെ ജനസംഖ്യ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് കുടിയേറ്റം അഥവാ മൈഗ്രേഷൻ. നമുക്കറിയാം, ഒരു പ്രദേശത്ത് നിന്ന്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലോട്ടോ ഒരു രാജ്യത്തിൻ്റെ തന്നെ മറ്റു പ്രദേശങ്ങളിലോട്ടോ ആൾക്കാർ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. ഈ കുടിയേറ്റത്തിന് പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെ പൊതുവെ പുൾ ഫാക്ടേഴ്സ് എന്നും പുഷ് ഫാക്ടേഴ്സ് എന്നും രണ്ടായി തിരിക്കാം. പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തുള്ള അട്രാക്റ്റീവ് ഫാക്ടേഴ്സ് ആണ്. ഉയർന്ന ജോലി സാധ്യതയും ഉയർന്ന ജീവിത നിലവാരവും ഒക്കെ തേടി ആൾക്കാർ മറ്റു പ്രദേശങ്ങളിലോട്ട് പോകാറുണ്ട്. അതാണ് പുൾ ഫാക്ടേഴ്സ്. ഇനി പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പലിംഗ് ഫാക്ടേഴ്സ് ആണ്. നിർബന്ധിതമായി ആൾക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരികയാണ്. യുദ്ധം മൂലമോ വരൾച്ച മൂലമോ അങ്ങനെ മറ്റ് പല കാരണങ്ങൾ കാരണമോ ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, മാറിപ്പോകാറുണ്ട്. ആ കാരണങ്ങളെല്ലാം കൂടി ചേർത്ത് പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയാറുണ്ട്. ലോക ജനസംഖ്യാ വളർച്ചയിലെ ചില പ്രവണതകൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ പ്രവണത എന്ന് പറയുന്നത് ലോക ജനസംഖ്യ ഇരട്ടിക്കാൻ എടുക്കുന്ന സമയം വളരെ വളരെ കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ വസ്തുത, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനസംഖ്യാ വളർച്ചയുടെ നിരക്ക് വളരെ വ്യത്യസ്തമാണ്. വികസിത രാജ്യങ്ങളിൽ ജനസംഖ്യാ വളർച്ച കുറവാണ്, എന്നാൽ വികസ്വര രാജ്യങ്ങളിൽ ജനസംഖ്യയുടെ വളർച്ച വളരെ കൂടുതലാണ്. ജനസംഖ്യ ഭക്ഷ്യോൽപാദനത്തെക്കാൾ വളരെ വേഗത്തിലാണ് വർദ്ധിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് മാൽത്യൂസ് ആണ്. ഇതിനെ മാൽത്യൂഷ്യൻ തിയറി എന്ന് പറയാറുണ്ട്. ഇനി നമുക്ക് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ അഥവാ ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഈ തിയറി അനുസരിച്ച് ജനസംഖ്യയുടെ വളർച്ച 3 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ ജനന നിരക്കും മരണനിരക്കും വളരെ കൂടുതലായിരിക്കും. ഇതിന്റെ ഫലമായി ജനസംഖ്യാ വളർച്ചാ നിരക്കിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകില്ല. രണ്ടാമത്തെ ഘട്ടം എത്തുമ്പോഴത്തേക്കും ജനന നിരക്ക് കൂടിയിരിക്കുകയും മരണനിരക്ക് വളരെ കുറഞ്ഞു വരികയും ചെയ്യും. ഇത് ജനസംഖ്യാ വിസ്ഫോടനം അഥവാ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന അവസ്ഥയിലേക്ക് രാജ്യങ്ങളെ തള്ളിവിടും.
ഈ ഘട്ടത്തിൽ ഇന്ത്യ പ്രവേശിച്ചത് 1921-ലാണ്. അതുകൊണ്ട് 1921-നെ ദ ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്ന് വിളിക്കുന്നു. ഇനി മൂന്നാമതൊരു ഘട്ടം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ ജനനനിരക്കും കുറവായിരിക്കും, മരണനിരക്കും കുറവായിരിക്കും, ജനസംഖ്യാ വളർച്ച വളരെ കുറവായിരിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് സോഷ്യൽ സയൻസ് പാഠശാല. See you again.